ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈസ്റ്റർ പ്രഭാതത്തിൽ പ്രത്യാശയുടെ ബലമുള്ള ഒരു ഈസ്റ്റർ ദിനം ഏവർക്കും ആശംസിക്കുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഓരോ ഞായറാഴ്ചയും മിനി ഈസ്റ്ററുകളാണ്. സാബത്ത് ദിവസം അല്ലെങ്കിൽ 7-ാം ദിനം ശനിയാഴ്ച വിശുദ്ധമായി കണ്ടിരുന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ഞായർ നമ്മളുടെ ആരാധനാ ദിവസമായി മാറിയത് ഉയർപ്പ് നൽകുന്ന വലിയ പ്രത്യാശയുടെ അനുഭവത്തിലാണ്. ഉയർപ്പ് ദിനം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഭയുടെ ആചരണം എന്നതിനപ്പുറമായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആണിക്കല്ലായി മാറുന്ന ദിവസത്തെ തിരിച്ചറിയുന്ന നേരമാണ്. പലപ്പോഴെങ്കിലും അർത്ഥങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിപ്പാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. അർത്ഥങ്ങൾ എന്താണ്, ഈ ഒരു ആചരണത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ പലപ്പോഴും മനസ്സിലാകാതെ പോകുമ്പോൾ ഇത് കേവലം ഒരു ആചരണമായിട്ട് മാത്രം മാറുകയാണ്. ഒരു അമ്മച്ചി നാളുകളായിട്ട് മീൻ കറി വെക്കുമ്പോൾ മീൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് കറി വെക്കുന്നത് കണ്ടു. അപ്പം മോൾക്കൊരു സംശയം, എന്താണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? അമ്മ പറഞ്ഞ മറുപടി, മോളെ, എൻ്റെ അമ്മ ഇപ്രകാരം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അപ്രകാരം ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ചോദ്യത്തിന്റെ ആഴം മനസ്സിലാക്കി അമ്മ ഒന്ന് ആലോചിക്കാൻ തുടങ്ങി. എന്തിനായിരിക്കും എൻ്റെ അമ്മ ഈ മീൻ്റെ തലയും വാലും മുറിക്കുന്നത്? അമ്മ ഇതേ ചോദ്യം അമ്മയുടെ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി. അമ്മയുടെ മറുപടി ഇത് തന്നെയായിരുന്നു, എൻ്റെ അമ്മച്ചി ഇതുപോലെ ചെയ്യുന്ന കണ്ടു, ഞാനും അതുപോലെ ചെയ്തു. ഈ ചോദ്യത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ഇവർ രണ്ടും ചേർന്ന് ഇവരുടെ വല്യമ്മച്ചിയെ അന്വേഷിച്ചു പോവുകയാണ്. വല്യമ്മച്ചിയോടും ചോദിച്ചു ഇതേ ചോദ്യം, എന്തുകൊണ്ടാണ് അമ്മച്ചി ഈ മീൻ കറി വെക്കുമ്പോൾ തലയും വാലും ഒക്കെ മുറിച്ച് കളയുന്നത്? അപ്പം അമ്മച്ചി പറഞ്ഞ മറുപടി ഇതാണ്, മോളെ, അന്നൊക്കെ ഞങ്ങളുടെ പാത്രം വളരെ ചെറുതായിരുന്നു, ഞങ്ങൾക്ക് അത്ര സൗകര്യങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ പാത്രത്തിന്റെ സൗകര്യത്തിന് ഞാൻ ഇതിനെയൊക്കെ മുറിച്ചാണ് അന്ന് കറി വെച്ചുകൊണ്ടിരുന്നത്. ഈ ആചരണങ്ങളുടെയൊക്കെ ചിലപ്പോൾ അടിത്തറ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരണമായിട്ട് മാറുമ്പോഴും ഇതിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. ഈസ്റ്റർ ദിനം നമുക്ക് പങ്കുവയ്ക്കുന്ന വലിയൊരു പ്രത്യാശയുടെ ജീവിത അനുഭവത്തിലേക്ക് ഞാൻ ഇന്ന് ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എന്താണ് ഈസ്റ്റർ പങ്കുവയ്ക്കുന്ന പ്രത്യാശ? ഉയർത്തപ്പെട്ട കർത്താവിനെ നോക്കുവാനുള്ള അനുഭവമാണ് ഈസ്റ്റർ നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയുടെ അനുഭവം. മരണമുള്ള നമ്മുടെ ഇഹലോക ജീവിതത്തിൽ നിത്യമായ ജീവിതത്തിന്റെ ഉറപ്പാണ് ക്രിസ്തു നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയകരമായ ആഘോഷമാണ്. മരണത്തെ ജയിച്ച ദൈവത്തിന്റെ വിജയത്തെ ആഘോഷിക്കുന്ന നേരമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ക്രൂശിൽ എല്ലാം അവസാനിച്ചു എന്ന് ലോകം കരുതിയപ്പോൾ തുറക്കപ്പെട്ട കല്ലറയിൽ നമ്മുടെ പ്രത്യാശ നിത്യതയോളം നിലനിർത്തുകയാണ്. ദൈവത്തിന്റെ അവസാന വാക്ക് അതുകൊണ്ട് മരണമല്ല, ജീവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ജീവിതത്തിൽ നമ്മളുടെ യാത്രയിലും നമ്മൾ കാണുന്നതിനപ്പുറമായ ദൈവിക വഴികളുണ്ട് എന്നതാണ് ഒരു ക്രൈസ്തവന്റെ ധൈര്യം. ഇന്നത്തെ പ്രധാന വേദഭാഗങ്ങൾ ഓരോന്നിലും അപ്രകാരം പ്രത്യാശയുടെ ഒരു ധൈര്യം നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. യെഹെസ്കേലിന്റെ ദർശനമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ നിർജീവത നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇന്നും നമ്മുടെ ഒക്കെ ജീവിതങ്ങളോട് ചോദിക്കുന്ന, നമ്മുടെ നിരാശകളോട് ചോദിക്കുന്ന, നമ്മുടെ ദാരിദ്ര്യത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യന്റെ കാഴ്ചകളിൽ പലതും അസാധ്യമാകാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ഈ അസ്ഥികളൊക്കെയും ജീവിച്ചെങ്കിൽ ഇന്നും തകർന്ന ബന്ധങ്ങളിൽ, പ്രതീക്ഷയില്ലാത്ത ജീവിതങ്ങളിൽ, ആത്മീയ മരണങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ധൈര്യമായി പ്രാർത്ഥിക്കണം. പല ജീവിത സാഹചര്യങ്ങളിലും ഇനിയും വഴികളില്ല എന്ന് തോന്നിയിടത്ത് പ്രാർത്ഥനയാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞവരല്ലേ നാം ഓരോരുത്തരും. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ ജീവൻ പിറക്കും. 2 മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം നമുക്ക് തരുന്ന ആത്മീയമായ ദർശനം കർത്താവിന്റെ ഉയർപ്പിനെ പറ്റിയുള്ള നേരിട്ടുള്ള കാഴ്ചയാണ്. മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സ്ത്രീകളും അതിരാവിലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് കല്ലറയിലേക്ക് പോവുകയാണ്. തിടുക്കത്തോടെ നടത്തിയ കർത്താവിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ
ചെയ്യാൻ കഴിയാതെ പോയ സുഗന്ധദ്രവ്യങ്ങളുടെ ശുശ്രൂഷ, അല്ലെങ്കിൽ അതിനെ ശരീരത്തിൽ വെക്കുന്ന കർമ്മം ചെയ്യുവാൻ വേണ്ടി അവർ പോവുകയാണ്. അവരുടെ മുമ്പിൽ ധാരാളം തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ തടസ്സം ഈ രാത്രിയാണ്. റോമൻ പടയാളികൾ നിൽക്കുന്ന കാവലിനിടയിൽ കൂടെയാണ് കടന്നു പോകേണ്ടത്. അതിനപ്പുറമായിട്ട് വലിയൊരു കല്ല് കഴിഞ്ഞ ദിവസം അവർ കണ്ടതാണ്. നിക്കോദിമോസും അതുപോലെ തന്നെ അരിമത്തിക്കാരനായ ജോസഫും ചേർന്ന് കർത്താവിനെ അടക്കുന്നത് അവർ ദൂരെ മാറി കണ്ടതാണ്. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോഴും അവരറിയാതെ പോയൊരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് മുന്നമേ കരുതപ്പെട്ട കാര്യം, ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെയും യഹൂദ ക്രമപ്രകാരം ഈ അരിമത്തിക്കാരനായ ജോസഫും നിക്കോദിമോസും ചെയ്തു എന്നുള്ളതാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും ഈ കാര്യം പറയുന്നില്ല. കാരണം കർത്താവിന് ശേഷം ആദ്യം എഴുതപ്പെട്ട സുവിശേഷങ്ങളിലൊക്കെയും ഈ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് കൂടുതലും പറയുന്നത്. ഈ സ്ത്രീകൾ ഇതറിയാതായിരുന്നല്ലോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോയത്. എന്നാൽ അവസാനം എഴുതിയ സുവിശേഷത്തിൽ AD 90-കളായപ്പോഴത്തേക്കും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കുറച്ചുകൂടെ വ്യക്തമായി. അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഇതിന് മുന്നമേ കടന്നുപോയ ഈ അരിമത്തിക്കാരനായ ജോസഫും നിക്കോദിമോസും ചേർന്ന് കർത്താവിൻ്റെ ശരീരത്തിൽ മൂറും അക്കിലും 100 റാത്തൽ ഓളം വരുന്നത് പൂശിയത് അത് പറയുന്നുണ്ട്. അവരറിഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലെ സ്നേഹത്തെയാണ് ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. തടസ്സങ്ങൾ പലതും ഉണ്ടായിട്ടും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോടെ ഇറങ്ങി നടക്കുന്ന ഈ സ്ത്രീകൾ പിന്നീട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാഴ്ചയ്ക്ക് അവർ കാരണമായി മാറുന്നു. അവരുടെ ഇടയിലെ വലിയ ചോദ്യമായിരുന്നു, ആര് നമുക്ക് വേണ്ടി കല്ല് മാറ്റും? പക്ഷേ അവരവിടെ എത്തിയപ്പോൾ അവർക്ക് തടസ്സമായിരുന്ന കല്ലുകൾ മാറിയിരുന്നു. അവർക്ക് തടസ്സമായിരുന്ന റോമൻ പടയാളികൾ അവിടെ ഇല്ലായിരുന്നു. അവർക്ക് മുമ്പിൽ എല്ലാ വാതിലും ദൈവം തുറന്നു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ദൂതനിവിടെ പറഞ്ഞൊരു മറുപടിയുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യൻ ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ ദൈവം മുന്നമേ പരിഹരിക്കുവാൻ ഇറങ്ങി വരുന്നവനാണെന്നും അടഞ്ഞ കല്ലറകൾ തുറക്കുന്ന സാക്ഷ്യങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയുമാണ് നമുക്കിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അടഞ്ഞ കല്ലറകളായിട്ടും വലിയ കല്ലായിട്ടും ജീവിതത്തിലെ തടസ്സങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്? ഇതൊക്കെ ഞാൻ എങ്ങനെ കടന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ജീവിത അനുഭവങ്ങളില്ലേ? അതിനു മുമ്പിലൊക്കെയും നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തെ വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം നിത്യമായ വാസസ്ഥലത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ഭൂമിയിലെ കൂടാരം നശിച്ചാലും ദൈവത്തിൽ ഒരു നിത്യവീട് നമുക്കുണ്ട്, ആൻ ഇറ്റേണൽ ഹോം. മരണം അവസാനമല്ലെന്നും അതൊരു പുതിയ പ്രവേശനമാണെന്നും ഒക്കെ നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ മരണവും ജീവിതത്തിൽ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന ഭീഷണികളുമൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിലാണ്. ക്രിസ്തുവിൻ്റെ മരണം നമ്മളെ അവിടെ പ്രത്യാശയും ബലവും ഉള്ളവരാക്കി തീർക്കുന്നു. പരാജയമല്ല, വിജയം നൽകുന്ന ഒരു വഴിയിലാണ് ഒരു ക്രൈസ്തവൻ നടന്നു നീങ്ങുന്നത്. മരണത്തിനപ്പുറമായുള്ള നിത്യതയോളം ഒരുക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളിലേക്ക് എത്തുവാൻ നാം ഓരോരുത്തരും വരിയായി നിൽക്കുകയാണ്. ഈ പ്രത്യാശയില്ലാത്ത ജീവിതം എത്ര ഭയാനകരമാണ്! എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ജീവിതമെങ്കിൽ ജീവിതം എത്ര കഷ്ടത നിറഞ്ഞതാണ്. എന്നാൽ നിത്യതയോളം കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളെ നടത്തുന്നത് എന്ന് വചനം ഈ പകലിലും നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈസ്റ്റർ ഒരു വലിയ ആഘോഷമാണ്. പ്രതീക്ഷയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രതീക്ഷ നൽകുന്ന, തടസ്സങ്ങളായതിനെ മാറ്റുവാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കാണിച്ചു തരുന്ന, ഇന്ന് മരണത്തിനപ്പുറമായ നിത്യത നമുക്ക് തരുന്ന ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുള്ളവരാകാം. പ്രിയരെ, പലവിധമായ മരണത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. ബന്ധങ്ങൾ നശിച്ച കാരണമായ ചില സ്നേഹത്തിൻ്റെ അഭാവങ്ങൾ, ജീവിതത്തിൽ നല്ല ജീവിത സംസ്കാരങ്ങൾ നശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം നശിക്കുകയാണ്. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ആത്മാവ് മരിക്കുകയാണ്. പ്രതീക്ഷകൾ മരിക്കുമ്പോൾ ഭാവി നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇവിടെ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ
നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ ഇരിക്കുന്നവനല്ല ക്രൈസ്തവൻ. മരണവും അതിനപ്പുറവും പോലും എത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ധൈര്യമുള്ള ക്രൈസ്തവ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്കും ജീവനുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മരണത്തെ ജയിപ്പിച്ച രാജാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകണമേ. പ്രതീക്ഷയില്ലാത്തിടത്ത് പ്രതീക്ഷയും, ഭയമുള്ളിടത്ത് ധൈര്യവും, തകർച്ചയുള്ളിടത്ത് പുനഃസ്ഥാപനവും നൽകണമേ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ദിവസവും നടക്കുവാൻ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അർത്ഥസമ്പുഷ്ടമായ ഒരു ഈസ്റ്റർ ക്രിസ്തുവിനിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.